അപ്പോൾ ഇത് നോക്കിക്കേ, ഇതാ എൻ്റെ നാത്തൂൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ കടികൾ ഉണ്ടാക്കി ഗ്രാമം മുഴുവൻ കൊടുക്കാൻ പോവുക. ഒഡീഷയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. അടിപൊളി സംഭവമാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലിയിൽ എല്ലാവരും കഥയും ഒക്കെ പറഞ്ഞ് നല്ല അടിച്ച് പൊളിച്ച് കടികൾ ഉണ്ടാക്കി ഗ്രാമം കൊടുക്കുന്നതൊക്കെ ഒരു രസമാണ്. ഇനി ചെക്കനെയും പെണ്ണിനെയും ഇരുത്തിയിട്ട് ചെറിയ ചടങ്ങുകൾ കൂടി ഉണ്ട്. ഏഴാമത്തെ ദിവസത്തിലെ ചടങ്ങാണ്. അതിഗംഭീര കോമഡിയാണ് ഇന്നത്തെ വീഡിയോ. സപ്തമംഗളയുടെ വീഡിയോ ഇന്നത്തോടെ തീർന്നു. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പറയുന്നത് സപ്തമംഗള എന്നാണ്. അപ്പോൾ സപ്തമംഗളയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമം ഫുള്ള്, ആ വീടിരിക്കുന്ന ആ ഏരിയ ഫുള്ള്, ഗ്രാമം ഫുള്ളല്ല, ആ വീടിരിക്കുന്ന കുറച്ച് ഏരിയ ഫുള്ള് കടികൾ ഉണ്ടാക്കിയിട്ട് വിതരണം. കടികൾ എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കണം. അപ്പോൾ കുറേ കടികളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എല്ലാവരും പോയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് കടി ഉണ്ടാക്കുകയാണ്. കടി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അതാണ് സപ്തമംഗളയിലെ വിശേഷം. കടി ഉണ്ടാക്കിയിട്ട് സന്ധ്യയ്ക്ക് പൂജിക്കണം കേട്ടോ. പൂജിച്ചതിന് ശേഷം എല്ലാവർക്കും കൊടുത്താണ് വിശേഷം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാഴ്ച കല്യാണ തിരക്കും ബഹളങ്ങളൊക്കെ ആയിട്ട് ആകെ ടയേർഡും, തീരെ വയ്യ, സൗണ്ടില്ല, പനിയൊക്കെ പിടിച്ച പോലെയൊക്കെ ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും റെസ്റ്റില്ല. രാത്രി 12 മണി, ഞാൻ അടുത്തായതുകൊണ്ട് ഞാൻ ഓടി വരും വീട്ടിലേക്ക്, കിടക്കാൻ മാത്രം വരും. പിന്നെ വീണ്ടും രാവിലെ ഓടും. രാത്രി 12 മണിയാവും, 12-1 മണിയാവും ഇവിടെ എത്തുമ്പോൾ. പിന്നെ രാവിലെ പിന്നെയും പോകണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം മാത്രം ഞാൻ അവിടെ നിലവാട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ തറവാട്ടിലെത്തിയ പാട് ഞങ്ങൾ ബാക്കിലേക്ക് വന്നതാണ്. അവിടുത്തെ വയലും ഇതൊക്കെ ഒന്ന് കാണാൻ. കണ്ടോ, അങ്ങ് ദൂരെ വയലും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അങ്ങ് താഴേക്ക് ഞാൻ ഇറങ്ങി പോകുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. എല്ലാവരും ഉണ്ടെങ്കിലും ഒന്ന് അങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. നല്ല ഭംഗിയാണ്, വലിയ പാടാണ്, ഏക്കർ കണക്കിന് പാടാണ് അങ്ങ് താഴേക്കുള്ളത്. ഇപ്പുറത്തെ പുഴയും ഇപ്പുറത്തെ ഗ്രാമങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് വന്നതാണ്. അപ്പോൾ നമ്മളെ ഇവിടെ കുഞ്ഞമ്മ പണി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വലിയ കുഞ്ഞമ്മ കടി ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് കടികൾ ഉണ്ടാക്കിയിട്ട് ഗ്രാമം മുഴുവൻ കൊടുക്കണം. അപ്പോൾ എന്താണ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കടി എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടിയും റവയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ കടി. ഇത് ഒഡീഷയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കടിയാണ്. ഇവരുടെ എല്ലാ കല്യാണങ്ങൾക്കും ഈ കടിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ അരിപ്പൊടിയും റവയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കണം. റവേൻ്റെയും അരിൻ്റെയും കണക്കെന്താന്ന് പറഞ്ഞാൽ 2 കിലോ അരിപ്പൊടിക്ക് 1/2 കിലോ റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയിൽ റവ ഇടുമ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടും എന്നുള്ളതിലാണ് റവ ചേർത്തുന്നത്. ഇനിയിപ്പോൾ റവ മാത്രമായിട്ട് ചെയ്യുന്നതുമുണ്ട്, അരിപ്പൊടി മാത്രമായിട്ട് ചെയ്യുന്നതുണ്ട്, ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ നേരത്തെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കടി എന്ന് പറഞ്ഞാൽ 2 സൈസിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വറുത്ത് എടുക്കും ചെയ്യാം, ആവിക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിപ്പോൾ ആവിക്ക് പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം. അതിൻ്റെ പാകം. എന്നിട്ട് ഇതുപോലെ ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാനും കുഞ്ഞമ്മയും ഒറ്റയ്ക്കാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ തേങ്ങയെല്ലാം തിരുമ്മി വെച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു. ഒരുപാട് തേങ്ങ വേണം. ഒരു 6-7 ഒറ്റ തേങ്ങയൊക്കെ പൊട്ടിച്ച് കുറേ ഉണ്ടാക്കണം കടി. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് കടി ഉണ്ടാക്കുന്നത്, നല്ല ഒറ്റക്കൊന്നല്ല. ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുന്ന എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഒരു ഉച്ചമയക്കത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഞാനും കുഞ്ഞമ്മയും വന്നിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആ സ്റ്റാർട്ടിങ് തൊട്ട് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, എന്നെ വിളിക്കണേ, ഉറങ്ങുകയാണെങ്കിലും എന്നെ വിളിക്കണം, എനിക്ക് വീഡിയോ എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മ എന്നെ വിളിച്ചു. ഞങ്ങൾ 2 പേരാണ് ചെയ്യുന്നത്. അരി പൊടിച്ചതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാക്കൂട്ട്, തേങ്ങയും വെല്ലവും പിന്നെ ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ടിട്ട് തേങ്ങയും വെല്ലം ഇങ്ങനെ വഴറ്റിയെടുക്കണം. ആ വെള്ളം മാറാൻ വേണ്ടിയിട്ട്. ആ വെള്ളം ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ വെള്ളം പറ്റുമല്ലോ.
അപ്പോൾ വെല്ലത്തിൻ്റെയും തേങ്ങാക്കൂട്ടും നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് അടുപ്പത്ത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞമ്മ വലിയൊരു ചെമ്പ് വെച്ചിട്ട് തുണി, ഒരു വെള്ള തുണി, നല്ല വൃത്തിയുള്ള വെള്ള തുണി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ആവിക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെള്ളം വെക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ എല്ലാവരും കുഴച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതവിടെ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇത് നമ്മുടെ കുഞ്ഞമ്മയുടെ, ചെറിയ കുഞ്ഞമ്മയുടെ മോള്, നമ്മുടെ കല്യാണ പെണ്ണ്, ചെറിയ കുഞ്ഞമ്മ, ഇതാ നമ്മുടെ കൊച്ചും വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് വന്ന് നമ്മളിരുന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഇതാ ഇവിടെ അച്ഛൻ്റെ പെങ്ങളിരിക്കുന്നുണ്ട്, അപ്പുറത്തുള്ളൊരു കുടുംബത്തിലൊരു ചേച്ചിയുണ്ട്, വലിയ കുഞ്ഞമ്മ, എല്ലാവരും ഇരുന്നിട്ട് കുഴയ്ക്കലാണ് പണി. കുറച്ചൊന്ന് ആ ചൂട് ഒന്ന് തണഞ്ഞപ്പോൾ, ചൂടോടെ കുഴയ്ക്കണം, കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തിട്ട് ഓരോ ഡിസൈനിലായിട്ട് നമ്മളിത് ഉണ്ടാക്കണം. ഞാൻ കാണിച്ചു തരാം ഇവർ ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്, ഇതാണ് ഓരോ ഷേപ്പിൽ കണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ കുഴക്കട്ടയൊക്കെ ഇല്ലേ, അതേപോലെയൊക്കെ ഒരു ഇതിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ കടികളൊക്കെ ട്രൈ ചെയ്യാം. ഇത് 2 രീതിയിലും ഉണ്ടാക്കാം. എണ്ണയിൽ വറുത്തും കോര, ആവിയിൽ പുഴുങ്ങിയെടുക്കുക. നമ്മളിപ്പോൾ ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്, കാരണം കുറേ ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കണം. അത് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞമ്മയൊക്കെ ചിരിക്കുകയാണ്, ഇതൊന്നും നമ്മളവിടെ ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക, കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ കുഞ്ഞമ്മ അവരുടെ ഭാഷയിൽ പറയുകയാണ്. ഇതാ നമ്മുടെ എല്ലാം കുഴക്കലും പിടിക്കലും എല്ലാം നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ചെയ്തു. ഇതാ കണ്ടോ ഇവിടെ വെച്ചിരിക്കുന്ന. ഇനി ഇത് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പെട്ടെന്നാവും, കാരണം നമ്മൾ നേരത്തെ വാട്ടിയെടുത്തതാണല്ലോ. ഇതും വാട്ടിയിട്ടുണ്ട്, തേങ്ങാക്കൂട്ടും വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കടിയിലാക്കിയിട്ട് വലിയ ഇല വിരിച്ചിട്ട് ഇലയിലേക്ക് നിരത്തി വെക്കണം, കാരണം പൊട്ടിപ്പോകാൻ സാധ്യതയാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു ലക്ഷ്മി പൂജയുടെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതേ സെയിം കടി വറുത്ത് കോരി എടുത്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് വെറും റവയായിരുന്നു. ഇത് നമ്മുടെ അരിപ്പൊടിയും റവയും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കടികൾ ഉണ്ടാക്കുന്നതിൻ്റെ മാത്രം വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, അതും യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കടികൾ. അപ്പോൾ ഗ്രാമം മുഴുവൻ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ കടിയെല്ലാം ആകുന്ന ഇടയിൽ ഇവിടെ ഒരു ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ കല്യാണ പെണ്ണിനെയും ചെക്കനെയും നമ്മൾ കൊണ്ടുവന്നിട്ട് അതേപോലത്തെ ഷാള്, ആ കെട്ട് ഇവർ അഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അന്ന് വിചാരിച്ചത് 4ാമത്തെ ദിവസത്തിലാണ് കെട്ടഴിക്കുന്നതെന്നാണ്. പക്ഷേ അല്ല കേട്ടോ, ഇന്ന് 7ാമത്തെ ദിവസത്തിലാണ് കെട്ടഴിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങാണ്. ഈ കടി ഉണ്ടാക്കിയിട്ട് 7ാമത്തെ ദിവസത്തിന് ഇവിടെ പറയുന്നത് സത്തമംഗള എന്നാണ്. അപ്പോൾ സത്തമംഗളയിൽ ചടങ്ങിലാണ് ഇവരെ കെട്ടഴിക്കുന്നത്. അപ്പോൾ ഇന്നും ചെറിയൊരു ചടങ്ങുകളുണ്ട്. ഇന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ബഹുരസമാണ്, കോമഡിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ശംഖുദാന് വേറെ ആളൊന്നും പുറത്തൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ആ കടി ഇതാ പൂജിക്കുകയാണ്. കടി ഇവരുടെ മുമ്പിൽ വെച്ച് പൂജിച്ചിട്ട് ഇവർ ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മ അവിടെ ശംഖൊക്കെ ഊതുന്നുണ്ട്. ഈ കടി പൂജിച്ചതിന് ശേഷം 7 പ്രാവശ്യം ഇവരെ അരിയും ഇതൊക്കെ ഇട്ടിട്ടിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ടിങ്ങനെ ഇതാക്കണം. 7 പ്രാവശ്യം. 7ാമത്തെ ദിവസമായതുകൊണ്ട് 7 പ്രാവശ്യം ഏടത്തിയമ്മമാർ ചെയ്യണം. അപ്പോൾ 7 ഏടത്തിയമ്മമാരില്ലാത്തത് കൊണ്ട് നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ 3 പ്രാവശ്യം ചെയ്തു, ഒരാൾ 4 പ്രാവശ്യം ചെയ്തു, അങ്ങനെ 7 കംപ്ലീറ്റ് ആക്കുക ചെയ്തത്. ഇനിയാണ് മക്കളെ കോമഡി. ഇനി ഇവർ 2 പേരെയും കൊണ്ട് നമ്മൾ ഒരു ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഈ അരിയിൽ ഞാൻ എന്താ തപ്പുന്നതെന്ന് പറഞ്ഞാൽ അതിനെന്താണ് പറയുക, എന്താണ് കവടി നിരത്തുന്നില്ലേ, അതിൽ ഈ ചെറിയ ശംഖ് പോലെയില്ലേ, അതിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരിൽ പറയണേ. ആ സാധനം ഞാനിപ്പോൾ ശംഖ് എന്ന് തന്നെയാണ് പറയുന്നത്. കുഞ്ഞു ശംഖില്ലേ, കവടി നിരത്തുമ്പോൾ അതിൻ്റെ പേരെനിക്കറിയുന്നില്ല. അപ്പോൾ ആ ശംഖ് 7 എണ്ണം ആ അരിയിലുണ്ടാവും. അതെടുത്തിട്ട് ചെക്കനെയും പെണ്ണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും, ചെക്കൻ ഇങ്ങോട്ട് 7 പ്രാവശ്യം ഇടണം, പെണ്ണ് അങ്ങോട്ട് 7 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഇവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതെല്ലാ കല്യാണങ്ങൾക്കും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഇതാണ്. എന്നിട്ട് പെണ്ണിങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ചെക്കൻ അത് തുറന്നെടുക്കണം.
ചെക്കൻ മുറുക്കി പിടിക്കുമ്പോൾ പെണ്ണ് തുറന്നെടുക്കണം, അത് അവർ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ പവർ എങ്ങനെയാണെന്ന് അറിയണം. പെണ്ണ് ഇച്ചിരി വിടണം, പക്ഷേ പെൺകുട്ടി വിട്ട് കൊടുത്തില്ല. അത് ഭയങ്കര തമാശയും കോമഡിയൊക്കെ ആയിരുന്നു. ചെക്കൻ പിടിച്ച് വലിക്കുമ്പോൾ പെണ്ണ് വിടുന്നില്ല, അങ്ങനെ നമ്മൾ ചിരിയും ഭയങ്കര ഒരു ഇതായിപ്പോയി. നമ്മളൊക്കെ വിട്ട് കൊടുക്കണം എന്നാണ്, പക്ഷേ അവൾ വിട്ടില്ല. അതൊക്കെ ഒരു രസമായിട്ടുള്ളൊരു കോമഡിയാണ്. ഇത് ഇവരുടെ ചടങ്ങിൻ്റെ ഭാഗമാണ്. അവർക്ക് എന്തും സ്വീകരിക്കാം, വിട്ടു കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ ചെക്കൻ്റെ കയ്യിലെടുക്കുമ്പോൾ പെണ്ണും വിട്ടു കൊടുക്കില്ല. അപ്പോൾ ഇതാ ചെക്കനെ ചെക്കനിങ്ങനെ ബലമായി പിടിച്ച് ചെക്കൻ പറയുന്നുണ്ട് വിട്ടേക്കെന്ന്. പക്ഷെ പെൺകുട്ടി 2 കൈയും കൊണ്ട് പിടിച്ചങ്ങ് വലിക്കലും നമ്മൾ കൈ കൊട്ടി ചിരിയായിരുന്നു. കാരണം സാധാരണ എല്ലാ കല്യാണങ്ങൾക്ക് അങ്ങനെ മൽപ്പിടുത്തില്ല, കാരണം നമ്മൾ വിട്ടു കൊടുക്കും. ഇവരങ്ങോട്ടും കൂടി ചെറിയ പിള്ളേരില്ലേ, അപ്പോൾ അവരില്ല ഞാൻ വിട്ടു കൊടുക്കില്ല, അന്ന് അങ്ങ് പിടിച്ച് എടുക്കുന്ന നോക്കട്ടെ എന്നൊക്കെയുള്ള ഒരു ഇത് തമാശയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ ചടങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇനി ഒരു ചേച്ചി അവിടെ ഇവരുടെ കെട്ടഴിക്കാനുള്ള ഇനിയിപ്പോൾ മധുരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് കടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഈ കെട്ടഴിക്കുന്ന ചടങ്ങ് ആരാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മധുരം കൊടുക്കുകയാണ്. അവൾക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ല. ഇവനങ്ങ് ഒരു ഈ ഗുലാം ജാമില്ലേ അത് വായിലങ്ങ് വെച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ഇങ്ങനെ മാറ്റുമായിരുന്നു. അപ്പോൾ ചെക്കൻ അങ്ങോട്ടും കൊടുത്തു. ഇനി അപ്പോൾ അത് കെട്ടഴിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ പെങ്ങൾ പൈസ ചോദിക്കും. പൈസ തന്നാലേ ഞാൻ കെട്ടഴിക്കുള്ളൂ, അത് അവൾ ചോദിക്കുന്നുണ്ടോ. ഇവിടെ ഒരു ചെറിയ തമാശയുണ്ട്. ചെക്കനൊരു 100 രൂപ കൊടുക്കും. ഇവള് പറയും വേണ്ട പറ്റില്ല, എനിക്ക് 500 തന്നെ വേണം. അപ്പോൾ പെങ്ങൾ പറയുക സ്വയട്ടങ്ങ ഹബ്ബ നഹി എന്ന് പറഞ്ഞാൽ ഒടിയലാണ് അത് പറയുന്നത്. 100 രൂപ പോരാ, 500 വേണം എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഇളയ കുഞ്ഞമ്മ ചീത്ത പറയണേ, വെക്ക് പൈസ, വെറുതെ തമാശ കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്ത് കൊടുക്കുന്നോ അത് സ്വീകരിക്കും. അങ്ങനെ ചോദിക്കും അവർ, കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത് അവരുടെ ഒക്കെ ഒരു രസമാണ്. അപ്പോൾ ഈ കെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായിട്ടുള്ള കല്യാണത്തിൻ്റെ ഓരോ ആചാരങ്ങൾ നടന്നിട്ടുള്ള ഇത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടാണ് ആ കെട്ടഴിക്കുന്നത്. അത് ഭയങ്കര ഇതാണ്. എന്നിട്ട് ഈ മഞ്ഞൾ വെള്ളം കൊണ്ട് പുഴയിലൊക്കെ ഒഴുക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിനുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു സന്തോഷത്തിന് കൊടുക്കുന്നതാണ് ആ കെട്ടഴിക്കുന്നതിനുള്ള. ഇനി ചെക്കൻ ഒരു കഷ്ണം തിന്നിട്ട് പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പേരിനൊരു ഇച്ചിരി കഴിച്ചു. ഇനി ഇവർ ഇത് കൊണ്ടുപോയിട്ട് പൂജാ റൂമിലേക്ക് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൂജാ റൂമിൽ പൂജിക്കണം, പിന്നെ പിതൃക്കൾക്ക് കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ഇവരുടെ ഈ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ്. ഇത് 7ാമത്തെ സത്തമംഗലയിലുള്ള ഈ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കല്യാണങ്ങൾക്കും ഇതാണ്. ഇനി ആ ചെക്കനോട് നമ്മൾ പറയുന്നത് എന്താണ്, ഈ മൺകുടം ഇങ്ങനെ ബാക്കിൽ വെച്ച് കൊണ്ടുപോയിട്ട് ഉടച്ച് കളയണം. ഇനി ഒരു പരിപാടികളില്ല, ഈ കുടം വെച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഈ 7ാമത്തെ ദിവസത്തോടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി ഒരു 16-നൊരു ചെറിയ ചടങ്ങുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ പച്ചരി ഈ മൺകുടത്തിൻ്റെ അടിയിൽ വെച്ചത് ഒരു പായസം പോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഈ കെട്ടഴിച്ചതോടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അപ്പോൾ അത് ചെറുക്കനോട് പറയുകയാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇനി ഇതാ ചെക്കനെയും കൂട്ടിയിട്ട് പോയിട്ട് ഇനി പൂജാ റൂമിൽ പോയിട്ട് അവിടെ ഈ കടി പ്രസാദിക്കാൻ വെക്കണം. അത് പെണ്ണാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കെട്ടൊക്കെ അയച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതാ കെട്ടില്ല. ഇനി ചെക്കനും പെണ്ണും പോയിട്ട് പൂജാ റൂമിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കണം, പൂജാ റൂമിൽ കൊടുക്കണം. പിന്നെ പുറത്ത് മുറ്റത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാർക്ക് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിക്കണം. എന്നിട്ട് നമസ്കരിച്ചിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അത് പൂജാ റൂമിൽ ഇനിയിപ്പോൾ ഈ ഷാളും ഇതൊക്കെ ഒരു മുറത്തിൽ കൊണ്ടുവെക്കും. ഇതവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കല്യാണത്തിൻ്റെ ആ ചടങ്ങുകളൊക്കെ ചെയ്ത് മുറത്തിൽ വെച്ചു. അപ്പോൾ ഇത് ഇവിടെ പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി വെച്ചിരുന്നു. അപ്പോൾ എച്ചിലൊന്നും ആക്കാതെ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കഴിക്കുക. ഇത് നമ്മുടെ ഈസാന ദിക്കില്ലേ, അവിടെയാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇത് പെണ്ണ് കൊണ്ടുവന്ന പെട്ടിയൊക്കെ കണ്ടോ, പെട്ടി ഫ്രിഡ്ജ് ഒക്കെ ഈ റൂമിലാണ് വെച്ചിരിക്കുന്നത്. ബെഡ്റൂമിൽ അത്ര സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, ഇതാ ഈ വലിയ ചെമ്പൊക്കെ. അന്ന് എനിക്ക് ഇതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഈ ചെമ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് പാത്രങ്ങളാണ്, ഇഡ്ഡലി ചെമ്പ്, പ്ലേറ്റ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പെൺകുട്ടിയുടെ റൂം ഇച്ചിരി ചെറുതായതുകൊണ്ട് എല്ലാം വെക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതെവിടെ അവിടുത്തെ ഇതും കഴിഞ്ഞ് പുറത്ത് നമ്മൾ പൂജിച്ചത് രാത്രി ആയതുകൊണ്ട് ഇരുടായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ഗുലാം ജാം അല്ലേ, അത് ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുകയാണ്. എല്ലാ ഈ ഗ്രാമങ്ങളിലൊക്കെ കൊടുക്കണം. ഒരു 100 വീടുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുട്ടിയുള്ള വീടുകൾ, കുറേ ദൂരമൊന്നും പോയിട്ടില്ല. ഇനി ഇതാണ് നമ്മുടെ അച്ഛൻ്റെ പെങ്ങൾ എല്ലാത്തിലും
എല്ലാ കവറിലും 2 കടി, ഒരു വീട്ടിലേക്ക് കൊടുക്കുന്ന 2 കടി, 2 മധുരം, പിന്നെ ഈ തേങ്ങാക്കൊത്തും അത് മലരും കൂടി അതിലിടണം. അത് ഇവരുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരിതാണ്. അതാണ് ഓരോ വീടുകളിലും കൊടുക്കുന്നത്. അവർ ഈ കല്യാണത്തിൻ്റെ ഒരു സന്തോഷം, ഒരു മധുരം കൊടുക്കുന്നതാണ്. മധുരം 2 കടിയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം കുറേ വീടുകൾ കൊടുക്കണം, അങ്ങനെ കുറേ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. അവർ ഒരു സന്തോഷം. അപ്പം അതാണ് മധുരം ഉണ്ടല്ലോ, മധുരം 2 എണ്ണം, ഇത് 2 എണ്ണം, പിന്നെ വേറെ തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പൂള്, അതെന്തോരം അവരുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെവിടെ നമ്മുടെ ലിപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഇവർക്കെല്ലാം പാക്ക് ചെയ്ത് ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു കേട്ടോ. എല്ലാവരും നമ്മളെ ആവശ്യത്തിനുള്ളതെല്ലാം കഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പാക്കിങ് ആരംഭിച്ചത്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, മിസ്സായോ എന്താ അറിയുന്നില്ല. അപ്പോൾ ഈ ഗുലാം ജാമ് എല്ലാവർക്കും അറിയാമല്ലോ, നോർത്തിലൊക്കെ കിട്ടുന്ന നല്ല മധുരമുള്ള നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെക്കൻ്റെ പെങ്ങളും ഈ ഇളയ കുഞ്ഞമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടി രാത്രിയായി കേട്ടോ. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയായി. അപ്പോൾ സന്ധ്യക്കാണ് ആ ചെക്കനും പെണ്ണിനെയും വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്. സന്ധ്യക്കാണ് ആ പൂജ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സന്ധ്യക്കാണ് പിതൃക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് വന്ന് നമ്മളും കഴിച്ചിട്ട് ഈ പാക്ക് ചെയ്തിട്ട് ചെക്കൻ്റെ അച്ഛൻ ഓരോ വീടുകൾ തോറും പോയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഏകദേശം എല്ലാ ചടങ്ങുകളും ഞാൻ കാണിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. കാരണം നന്നായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലായി, ഒരു വീഡിയോ ഇപ്പോൾ ഒരു 1 lakh ആകാനായിരിക്കുകയാണ്, 20, 30 അങ്ങനെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നുണ്ടാകണം. ഹൈപ്പ് ഓപ്ഷൻ വന്നാൽ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം. ബെല്ലൈക്കൺ കൂടി നെക്കി കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ കൂടി നോക്കാൻ പറയുന്നത്. വീഡിയോ മിസ്സായില്ല കേട്ടോ. ഇതിപ്പോൾ പുറത്ത് അവർ കൊടുക്കുന്നതാണ് ചെക്കനും പെണ്ണും. ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കട്ടായിപ്പോയിരുന്നു, ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് പെണ്ണ് തന്നെ പൂജിക്കണം കേട്ടോ. പെണ്ണ് തന്നെ പിതൃക്കൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നമസ്കാരം ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓരോ വീട് നമ്മൾ പാക്കാക്കുന്നതൊക്കെ എല്ലാവരും നിന്ന് നോക്കുന്നതാണ്. അങ്ങനെ ഓരോ ചർച്ചയൊക്കെ അവിടെ നടക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിതവിടെ ഇരുന്ന് നമ്മൾ സന്ധ്യയ്ക്ക് പൂജയൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചു. പിന്നെയും നമ്മളിരുന്ന് കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട്. അതൊക്കെ ഒരു രസമല്ലേ, ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ 7ാമത്തെ ദിവസത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിതവിടെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിപ്പി അവിടെ ഉണ്ട്. അപ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ നാത്തുവിൻ്റെ മോളാണ്. ടാറ്റ കയ്യിൽ തന്ന ടാറ്റ കരുതലും. അപ്പം നമ്മളെ സപ്തമംഗളയുടെ വീഡിയോ ഇന്നത്തോടെ തീർന്നു. വേറെ നല്ല അടിപൊളി നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും അപ്പം നമ്മൾ ലിപ്പി ഭയങ്കര കോമഡിയാണ്. ഞാൻ മലയാളം പറയുമ്പോൾ ചിരിയൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര സപ്പോർട്ടുമാണ്, ഭയങ്കര കോമഡിയാണ് ആൾ, നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ ബൈ.